ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. മമ ഗുണഗണലീലാ കർണനൈ കീർത്തനാദ്യൈ മയി സുരസരിദോഖ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു 4-ാമത്തെയും 5-ാമത്തെയും ശ്ലോകം ഭക്തിയോഗത്തെക്കുറിച്ചാണ് ഇവിടെ കപില ഭഗവാൻ അമ്മയ്ക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഏത് ഭാവത്തിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ സദാ ആ രൂപത്തെ ധ്യാനിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇനി അതിനെ എങ്ങനെ ആ സദാ എപ്പോഴും ആ ഭഗവത് രൂപത്തെ ഉള്ളിലേക്ക് എടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അങ്ങനെ എടുത്തുകൊണ്ട് എങ്ങനെ തൻ്റെ അസത്തായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള അടുത്ത പടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ പറയാണ് മമ ഗുണഗണലീലാകർണനെ. മമ എൻ്റെ ഗുണഗണലീലാകർണനെ. ഗുണഗണലീല ഗുണഗണങ്ങളും ലീലകളും കാതുകളിൽ കേട്ടുകൊണ്ടും കീർത്തനാദ്യൈർമയി കീർത്തനാദ്യൈഹി മയി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കീർത്തനാദ്യൈർമയി. കീർത്തനാദ്യൈ എന്ന് പറഞ്ഞാൽ നാമസങ്കീർത്തനങ്ങളെ കൊണ്ടും കീർത്തനങ്ങളെ കൊണ്ടും മയി എന്നിൽ സുരസരിദോഖ പ്രഖ്യചിത്താനുവൃത്തി. അപ്പോൾ ഇവിടെ പറയാണ് സരിദോഖ സുരസരിത്ത്, സുരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ, സരിത്ത് നദി. അപ്പം ദേവനദിയായിട്ടുള്ളത് ഗംഗാദേവി. അപ്പോൾ അങ്ങനെ സരിദോഖ എന്ന് പറഞ്ഞാൽ കൂട്ടം, അതിൻ്റെ സമൂഹം എന്ന് പറഞ്ഞാൽ ഗംഗാനദിയുടെ ഒരു പ്രവാഹം പോലെ പ്രഖ്യ ചിത്താനുവൃത്തി, പരിശുദ്ധമായ ചിത്തവൃത്തിയോടുകൂടിയ ഭവതി ഉണ്ടാകുന്നു. എന്താ? പരമഭക്തി, ശ്രേഷ്ഠമായ ഭക്തി. സാഹി മൃത്യോർവിജേത്രി. സാ എന്ന് പറഞ്ഞാൽ ആ. അപ്പോൾ ആരാണോ ഗംഗാനദിയുടെ പ്രവാഹം പോലെ, അല്ല, ആരാണോ എൻ്റെ ഗുണഗണങ്ങളും ലീലകളും സദാ കേട്ടുകൊണ്ടും എന്നെ കീർത്തിച്ചുകൊണ്ടും എൻ്റെ നാമസങ്കീർത്തനങ്ങളെ കൊണ്ടും അങ്ങനെ സദാ എന്നിൽ രമിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഉള്ളിലെ പരമമായ ഭക്തി എങ്ങനെയുണ്ടാകുന്നു? പരിശുദ്ധമായ ചിത്തവൃത്തിയോട് കൂടിയ അവരുടെ ഉള്ളിൽ പരിപാവനമായ ഗംഗാനദി പോലെയുള്ള ശ്രേഷ്ഠമായ ഭക്തി ഉണ്ടാകുന്നു. അങ്ങനെയുള്ളവർ അവിടെ സാ എന്ന് പറഞ്ഞ ആ എന്ന് പറഞ്ഞാൽ ആ അങ്ങനെയുള്ളവർ ഹി സാ ഹി ആകട്ടെ മൃത്യോർവിജേത്രീ. മൃത്യുഹു വിജേത്രി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മൃത്യോർവിജേത്രി. മൃത്യുഹു എന്നാൽ മൃത്യുവിനെ, വിജേത്രി ജയിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് സദാ ഭഗവാന്റെ ഗുണഗണങ്ങളെയും ലീലകളെയും കുറിച്ച് കേട്ടുകൊണ്ടിരുന്നാൽ, അതേപോലെ ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുകയും നാമസങ്കീർത്തനം ചെയ്യുകയും ചെയ്യുന്നവർ പരിശുദ്ധമായ ചിത്തവൃത്തിയോട് കൂടിയവരായിരിക്കും. കാരണം ആ ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ഉരുവിടാനും കേൾക്കാനും ഗുണഗണങ്ങൾ കേൾക്കാനും ചിത്തത്തിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ടാകാൻ അതിനൊരു സാത്വികത ഉള്ളിലുണ്ടായേ മതിയാവൂ. അത് നമ്മുടെ പൂർവ്വജന്മാർജിതമായിട്ടുള്ള ഒരു സുകൃതം കൊണ്ടാണ്, ഭഗവാന്റെ അതിയായ കൃപ കൊണ്ടാണ്. അങ്ങനെ അല്ലാത്തവർക്ക് അത് കേൾക്കാനും പോലും ഉള്ള ഒരു യോഗമുണ്ടാവില്ല.
അപ്പോൾ ഇതിങ്ങനെ സദാ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അവരുടെ ചിത്തവൃത്തികളൊക്കെ സ്വാഭാവികമായും പരിശുദ്ധമായി തീരും. അങ്ങനെയുള്ള ആ പരിശുദ്ധമായ ചിത്തവൃത്തിയോടുകൂടി ഉള്ളവരുടെ ഉള്ളിൽ നിന്നും എന്നിലേക്ക് ഒഴുകി വരുന്ന ആ പരമമായ ഭക്തി, പരിപാവനമായ ഭക്തി ശ്രേഷ്ഠമായ ഗംഗാനദി പോലെ പരിപാവനമാണ്. അത് എന്നിലേക്ക് താനേ അങ്ങനെ സദാ ഒഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർ മൃത്യുവിനെ പോലും ജയിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ നമ്മൾക്കൊക്കെ എപ്പോഴും മരണം എന്നത് ഒരു ഭയമാണ്. ആ ഭയമില്ലാതെയാകുന്നു. കാരണം ഇവിടെ സദാ ചിത്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന യാതൊന്നിലാണോ അതിന് മൃത്യുവിൻ്റെ പരിമിതി ഇല്ലാത്തതാണ്. ഈ മൃത്യുവിൻ്റെ പരിമിതിയുള്ളത് ലൗകിക ഭാവത്തിന് മാത്രമേയുള്ളൂ. ആ ഭാവം കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ പരമമായ നിർമ്മലമായ ശുദ്ധമായ ഒന്നിലേക്ക് ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലൗകിക ചിന്തയും ലൗകിക ഭാവവും വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ജനക മഹാരാജാവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സദാ ചിത്തം ആ സത്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഇടയിൽ വരാവുന്ന ഈ ഒരു വൈതരണി, നമ്മൾ ചാടിക്കടക്കേണ്ടതായിട്ടുള്ള മൃത്യുവെന്ന വൈതരണി, അവിടെ തനേ ഇതിനോടൊപ്പം ഒഴുകി മാറും. അഥവാ മൃത്യു എന്നത് കടക്കാനേറെ പ്രയാസമുള്ള ഒരു വൈതരണിയായി അവിടെ നിൽക്കില്ല. പകരം ഭഗവാൻ തന്നെ അങ്ങനെ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാവത്തിൽ ജീവിച്ചത് മതി, ഇനിയും വന്നോളൂ, സമയമായി അവിടെ എത്താൻ എന്നുള്ള ആ ഒരു കാരുണ്യം ഭഗവാനിൽ നിന്നും ഒഴുകുകയായി. അപ്പോൾ സദാ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുകയും ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുകയും നാമസങ്കീർത്തനങ്ങൾ കേട്ടും ഉരുവിട്ടും കൊണ്ടും ഭഗവാന്റെ ലീലകൾ എത്രയെത്ര നല്ല ആചാര്യന്മാർ നമ്മുടെ ഈ കലികാലത്തിൽ നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് ധാരാളം ഗുരുക്കന്മാർ ആചാര്യന്മാരുണ്ടെന്നുള്ളത്. അവരുടെയൊക്കെ ആ വായിൽ നിന്നും വീഴുന്ന ഭഗവാന്റെ മാഹാത്മ്യത്തെ മഹത്വത്തെ ഒന്ന് കേൾക്കാൻ കഴിയുന്നത് പോലും കാതുകൾക്ക് പുണ്യമാണ്, അമൃതമാണ്. അതൊരു പക്ഷേ ഈ കലിയുഗത്തിൽ മാത്രമേ നമ്മളെപ്പോലെയുള്ളവർക്ക് മാത്രം സിദ്ധിച്ച ഒരു മഹാഭാഗ്യമാണ്. ഏത് നാട്ടിലിരുന്നാലും ആധുനിക സാങ്കേതിക വിദ്യയുടെ ബലം കൊണ്ട് നമുക്ക് എത്രയെത്ര ആചാര്യന്മാരുടെ തിരുവായ്മൊഴികൾ കേൾക്കാനാവുന്നുണ്ട്. എത്രയെത്ര നല്ല ഗുരുക്കന്മാരുടെ നല്ല നല്ല വാക്കുകൾ നമ്മളിൽ തന്നെ പരിവർത്തനം വരുത്തുന്നുണ്ട്. ഓരോ നിമിഷവും സദാ കേൾക്കാൻ, ആ ഭഗവാന്റെ ഗുണഗണങ്ങളെ ലീലകളെ സദാ കേൾക്കാൻ, നാമസങ്കീർത്തനങ്ങളെ സദാ കേൾക്കാൻ, അതിനോടൊപ്പം അറിയാതെ നാവ് ചലിപ്പിക്കാൻ വേണ്ടുന്നതെല്ലാം ഭഗവാൻ ഈ കലികാലത്തിൽ തൻ്റെ ഭക്തർക്ക് അനുഗ്രഹമായി ഭഗവാൻ കരുതി വച്ചിരിക്കുന്നു. അത് ഉപയോഗിക്കുകയേ വേണ്ടൂ. നമ്മൾ അറിയാതെ നമ്മൾ പരിശുദ്ധരായി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ പരിശുദ്ധമായ ഒരു ഗംഗാനദി പോലെ ഭഗവാനിലേക്ക് ഒഴുകാൻ തുടങ്ങിയാൽ പിന്നെ ഇടയ്ക്ക് കടമ്പകളൊന്നുമില്ല. അതങ്ങനെ വളരെ സ്മൂത്തായി, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒഴുക്ക്, ആ ലഹരി, അങ്ങനെ ആ ലഹരിയോടൊപ്പം പോകുമ്പോൾ അത് ഓരോ നിമിഷവും ആനന്ദത്തെ പ്രദാനം ചെയ്തുകൊണ്ട് നമ്മളെ അത് ഭഗവത് പാദങ്ങളിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. കാരണം അത് ആ സരിത്ത് അത് ദേവലോകത്തേതാണ്, ദേവന്മാരുടെ ലോകത്തെ സരിത്താണത്, നദിയാണ്. അതിന് എപ്പോഴും ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരമമായ ശ്രേഷ്ഠമായ ഭക്തിയുടെ തലത്തിലേക്ക് നമുക്കെത്താൻ വേണ്ടതാണ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ഭഗവാൻ അമ്മയ്ക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ദേവഹൂതി ദേവിക്കായിക്കൊണ്ട്. ഇവിടെ ദേവഹൂതി ദേവി, അമ്മയായ ദേവഹൂതി ദേവി ചോദിച്ച ഈ ഇന്ദ്രിയങ്ങളുടെ ബാഹ്യമായ ആ ഒരു പ്രവാഹത്തെ തടയാനുള്ള മാർഗത്തിൽ ആദ്യം ഇങ്ങനെ ഭഗവാന്റെ
നാമസങ്കീർത്തനത്തിൽ ഭഗവത് വിചാരത്തിൽ മുഴുകാൻ പറയുമ്പോൾ സ്വാഭാവികമായും ഈ ദേഹബോധത്തിൽ നിന്നും തന്നെ ഉയരാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ദേഹസംബന്ധമായിട്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ ദേഹത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് സദാ ഈ ഇന്ദ്രിയങ്ങൾ കർമ്മം ചെയ്തുകൊണ്ട് നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത്. എന്നാലോ ഈ സുഖത്തിന് പിന്നാലെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ധനധാന്യങ്ങളും ഭാര്യാപുത്രം ഗൃഹം തുടങ്ങിയവയൊക്കെ നമ്മൾ സമ്പാദിക്കുന്നത്. ഈ ഒരു ഇതിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ തന്നെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. എന്നാലോ ആത്യന്തികമായി ഒന്ന് ചിന്തിച്ചാൽ യാതൊന്ന് നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടി കരുതി വയ്ക്കുന്നുവോ അതൊക്കെ തന്നെയാണ് നമ്മുടെ ദുഃഖത്തിനും കാരണമായി തീരുന്നത്. അത് ബന്ധങ്ങളായിക്കോട്ടെ, ചുറ്റിനുമുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളായിക്കോട്ടെ, ഇല്ല അത് ഏത് തരത്തിലുള്ള ബന്ധവും, വ്യക്തികളുമായി മാത്രമല്ല ധനത്തോടു പോലുമുള്ള ബന്ധം. കാരണം ഇവയൊക്കെ ഒരു മേഘം പോലെ നമ്മുടെ ചുറ്റിനും അങ്ങനെ മറഞ്ഞു നിന്ന് നമുക്ക് സുഖം തരുന്നു എന്ന് പറയുമ്പോൾ ഓർക്കുക, ഒരു കാലം കാറ്റടിച്ചാൽ ഈ മേഘവും അകന്നു പോകും. അത് വ്യക്തികളായാലും ധനമായാലും ധാന്യമായാലും സമ്പത്തായാലും പുത്രനായാലും ഗൃഹമായാലും എല്ലാം, ഭാര്യ ഭർത്താവ് എല്ലാം തന്നെ അത് ഒരു കാറ്റിനാൽ, ആ കാറ്റ് കാലസ്വരൂപിയായ ഭഗവാനാണ്. അതെപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. അതങ്ങനെ കാർമേഘത്തെ കൊണ്ടുപോകും പോലെ പൊയ്ക്കളയും. ഇതൊക്കെ നമ്മുടെ ദുഃഖത്തിന് തന്നെ കാരണമായിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അത് ചെറിയൊരു ചാറ്റൽ മഴയായി പെയ്തു മാറിയെന്ന് വരാം. ചിലപ്പോൾ ആകട്ടെ ഘോരരൂപിയായ വർഷമായിട്ടത് മാറിയെന്ന് വരാം. നിമിഷ നേരം കൊണ്ട് ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടാം. ചിലപ്പോൾ അല്പാൽപമായി ദുഃഖത്തെ പ്രദാനം ചെയ്തുവെന്നും വരാം. അപ്പോൾ ഇന്ന് സുഖത്തിനായി നിത്യമെന്ന് കരുതുന്നതൊക്കെയും അനിത്യമാണ്. ഭഗവാൻ തന്നെ ഗീതയിൽ ഒരു വേള പറയുന്നുണ്ട്, അനിത്യം അസുഖം ഈ ലോകം. ഈ ലോകം അനിത്യമാണ്. ഈ ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്ന സുഖങ്ങളൊക്കെയും ഇന്ന് കിട്ടുന്നതൊക്കെ നാളത്തെ ദുഃഖത്തിനുള്ള മുന്നോടിയാണ്. ഇന്ന് ദുഃഖമാണെങ്കിൽ അത് നാളെ ഒരു സുഖം തരും, ഭ്രമിക്കേണ്ട എന്ന് പഠിപ്പിച്ചു തരികയാണ്. കാരണം ഭഗവാൻ തന്നെ പറയുന്നു, ഈ ലോകം അസുഖമാണ്, സുഖമില്ലാത്തതാണ്. ഈ സുഖമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് മായയൊന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ദുഃഖശാന്തിക്കായി ചെയ്തു കൂട്ടുന്നത് നാളെ ഒരു കാലം ഒരു പക്ഷേ സുഖം തന്നാലും വീണ്ടും അത് ദുഃഖത്തെ തന്നെ പ്രദാനം ചെയ്യും. ഇതിങ്ങനെ ചാക്രികമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നിത്യമായ സുഖത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ വീണ്ടും വീണ്ടും ദുഃഖത്തെയും സുഖത്തെയും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഥവാ സ്വപ്രയത്നം എന്തിനു വേണ്ടി, തൻ്റെ തന്നെ സുഖത്തിന് വേണ്ടിയാണെങ്കിൽ അത് വ്യർത്ഥമാണ് എന്നർത്ഥം. നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ ഒരു കർമ്മങ്ങളൊക്കെയും. സുഖത്തിനായി, നമ്മുടെ തന്നെ സുഖത്തിനായി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെയും അത് വ്യർത്ഥമാണ്. കാരണം ഇന്ന് സുഖത്തിൻ്റെ മറുഭാഗത്ത് നമുക്ക് ദുഃഖവും തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാം ഭാഗവതത്തിൽ അവിടെ അമ്മയായ ദേവഹൂതി ദേവിയോട് പറയുന്നുണ്ട്, അമ്മേ ഈ സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയാണെന്ന് പറയാം. അതുകൊണ്ട് കാരണം അനുഭവിക്കുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. നമ്മുടെ കർമ്മങ്ങളുടെയൊക്കെ അത് ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം നമ്മൾ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ വിധിച്ചതാണെങ്കിൽ ഈ അനുഭവങ്ങളുടെയും ഉപരിതലത്തിൽ നിൽക്കുന്ന പരിശുദ്ധമായ ഈശ്വര വിചാരം ഒന്നുകൊണ്ട് മാത്രമേ ഈ വേലിയിറക്കങ്ങളെ മറികടക്കാനാവുകയുള്ളൂ എങ്കിൽ, കാരണം ആ ഒന്നിനെ മാത്രമേ ഈ ഗുണദോഷ സമ്മിശ്രമായ കർമ്മങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയാത്തതായിട്ടുള്ളൂ. അവിടെ മാത്രമേ ഉള്ളൂ മായയ്ക്ക് പ്രവേശിക്കാനാവാത്തത്. മായയാണ് സുഖദുഃഖങ്ങളുടെ വിവിധ ഭാവങ്ങളെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന് മോഹിപ്പിക്കുന്നത്. ആ മോഹമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ ചുറ്റിനുമുള്ള വിഷയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ, അതിനെ തരണം ചെയ്യണമെങ്കിൽ ഈ നരകവും സ്വർഗവും ഒക്കെ നമ്മുടെ കർമ്മപ്രാരബ്ധങ്ങൾക്കനുസരിച്ച് അനുഭവിച്ച് തീർത്ത് അത് പൊയ്ക്കോട്ടെ. അതും ഭഗവാന്റെ കാരുണ്യമാണ്. നമുക്ക് വരുന്ന ദുഃഖങ്ങളും കുന്തിദേവി പറഞ്ഞതുപോലെ ഭഗവാന്റെ കാരുണ്യമാണ്. അത്രയും പ്രാരബ്ധങ്ങൾ കഴിഞ്ഞു കിട്ടും. അത്രയും നമ്മുടെ ചുമലിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന
ഭാണ്ഡക്കെട്ടിലെ ഭാരം കുറയുകയാണ്. ഇനിയുള്ള യാത്രയിൽ അത് കുറച്ച് അനുഭവിച്ചാൽ മതി, ഇതാ ഇത്രയും കഴിഞ്ഞു എന്ന് നമുക്ക് ആശ്വസിക്കാം. ഭഗവാന്റെ കാരുണ്യം. ഇനി സുഖമായിക്കോട്ടെ, ഇനി സുഖം കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഭഗവാനെ. അവിടുത്തെ ചിന്തയിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കാതിരിക്കണമേ. അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ മനസ്സിനെ ബന്ധിപ്പിച്ച് നിർത്തണമേ. എല്ലാം അവിടുത്തെ നിശ്ചയമാണെന്ന തിരിച്ചറിവിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ കഴിയണമേ. എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇന്നീ കലിയുഗത്തിൽ നോക്കിയാൽ ഈ നമ്മുടെ സുഖത്തിനു വേണ്ടി മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത് പലതും, അല്ലെങ്കിൽ അതിനുവേണ്ടി നേടിയെടുക്കുന്നതിലൊക്കെ മറ്റേതെങ്കിലും ഒരു പ്രാണിയുടെ, ഒരു ജീവൻ്റെ വേദന അതിൻ്റെ പിന്നിൽ കാണാൻ കഴിയും. അത് വീണ്ടും നമ്മുടെ ഈ ഒരു ഭാണ്ഡത്തിലെ പ്രാരബ്ധ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഒരു അധർമ്മത്തെ കൂടി നമ്മൾ ചേർത്ത് വെക്കുകയാണ്. അതല്ലാതെ നേടുന്നത് ചുരുക്കമാണ്. കാരണം ഇവിടെ ഒരു വേള നമുക്ക് ഭാഗവതത്തിൽ കാണാം, നമ്മൾ ഒന്നും നേടാൻ വേണ്ടി പോയി നേടുന്നതല്ലാതെ നമ്മളിലേക്ക് വന്നു ചേരുന്നത് വന്നോട്ടെ, അതിലും ഭ്രമിക്കേണ്ട. ഒന്നും നേടാൻ വേണ്ടി ഒന്നിൻ്റെ പിന്നാലെയും പോവുകയും വേണ്ട. നടക്കുന്നതൊക്കെ ഭഗവാന്റെ സങ്കല്പമാണെന്ന് നിശ്ചയിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നു ചേരുന്നെങ്കിൽ അത് വന്നു പോയിക്കോട്ടെ, അതിലേക്ക് വല്ലാതെ മനസ്സിനെ ചേർത്ത് വെക്കണ്ട, ഒട്ടൽ വേണ്ട എന്ന് പറഞ്ഞു തരുന്ന ഒരു ഭാഗം നമുക്ക് കാണാം ഭാഗവതത്തിൽ. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ ശുദ്ധമായ മനസ്സോടുകൂടി മറ്റൊന്നിനെയും വേദനിപ്പിക്കാതെ ശുദ്ധമായ മനസ്സോടുകൂടി എന്നെ ധ്യാനിക്കാൻ കഴിഞ്ഞാൽ, എൻ്റെ സ്വരൂപത്തെ ധ്യാനിക്കാൻ കഴിഞ്ഞാൽ, സദാ എൻ്റെ നാമസങ്കീർത്തനങ്ങളെ കീർത്തിക്കാനും എൻ്റെ ഗുണഗണങ്ങളെയും ലീലകളെയും കേൾക്കാനും വർണ്ണിക്കാനും കഴിഞ്ഞാൽ അമ്മേ മൃത്യുവിനെ തന്നെ ജയിക്കാൻ കഴിയുന്നു. അങ്ങനെയുള്ളവർക്ക് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും മൃത്യുഞ്ജയ ഹോമം എന്നല്ലേ. പലപ്പോഴും പലരും ധരിച്ചിരിക്കുന്നത് മൃത്യുഞ്ജയ ഹോമം നടത്തിയാൽ മൃത്യു വരില്ല എന്നാണ്. സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും നാശവുമുണ്ട്, ജനിക്കപ്പെട്ട എല്ലാത്തിനും മൃത്യു കൂടപ്പിറപ്പ് തന്നെയാണ്. അപ്പോൾ പിന്നെ മൃത്യുഞ്ജയ ഹോമം എന്ന് പറയുന്നത്, നമ്മൾ അതുവരെ മൃത്യുവിനെ ഭയന്നിരുന്നുവെങ്കിൽ, നമുക്കൊക്കെ അറിയാം സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ളവരൊക്കെ വിചാരിക്കുന്നത് മൃത്യുഞ്ജയ ഹോമം കഴിയുമ്പോൾ അതുവരെ മൃത്യുവിനെ ഭയന്നിരുന്നവർക്ക് ഇത് കഴിഞ്ഞാൽ ഇനിയും പേടിക്കാനൊന്നുമില്ല എന്നൊരു ഭാവമാണ്. ആ ഒരു ഭാവത്തിലേക്ക് ആളുകൾ മാറുന്ന നമുക്ക് കാണാം. ഇവിടെ സംഭവിക്കുന്നത് ആ മൃത്യുവിനെക്കുറിച്ചുള്ള ഭയത്തെയാണ് നമ്മുടെ ഉള്ളിൽ നിന്നും ഇല്ലാതെയാക്കുന്നത്. മൃത്യുഞ്ജയ ഹോമം, മൃത്യുവിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ മൃത്യു എന്ന ആ ഒരു ഭയത്തെ ഇല്ലാതെയാക്കുകയാണ്. ഒരിക്കലും മൃത്യു ഇല്ലാതെ ഇരിക്കുകയില്ല. ഇവിടെയും അത് തന്നെ, മൃത്യോർ വിജയത്രി, മൃത്യുവിനെയും ജയിക്കുമെന്ന് പറഞ്ഞാൽ ആ ഭയമില്ലാതെ ഭഗവാനിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് കഴിയും എന്നിവിടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈർമയി സുരസരിദോഖ പ്രഖ്യചിത്താനുവൃത്തിഃ ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ആദ്യത്തെ പദത്തിൽ വിസർഗമുള്ളതൊക്കെ ആദ്യം നോക്കാം. ഗുണഗണലീലാകർണനൈ, അവിടെ വിസർഗം. രണ്ടാമത്തെ പാദത്തിൽ അതുപോലെ അതിനോട് ചേർന്ന് കീർത്തനാദ്യൈർമയി, അവിടെ മാ കൂട്ടക്ഷരം, അത് കഴിയുന്നതും ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത സുരസരിദോഖ പ്രഖ്യചിത്താനുവൃത്തി, അവിടെയും വിസർഗമുണ്ട്. പിന്നെ അടുത്തത് ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി, അവിടെ ചില ബുക്കിൽ പരമഭക്തി എന്ന് കൊടുത്തിട്ട് സാ കൂട്ടക്ഷരമല്ലാതെ എഴുതിയിട്ടുണ്ടാകാം, സാ എന്ന്. അങ്ങനെയെങ്കിൽ അവിടെ പരമഭക്തി സാഹി മൃത്യോർവിജേത്രി എന്ന് വായിക്കുക. ഇല്ല, സാ കൂട്ടക്ഷരമാണെങ്കിൽ സായ്ക്ക് കട്ടി കൊടുത്തും വായിക്കുക, അപ്പോൾ അവിടെ വിസർഗം വരുന്നില്ല. ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീഹി, വിജേത്രീഹി അവിടെയും വിസർഗമുണ്ട്. പിന്നെ അടുത്ത കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീഹി, അവിടെയും വിസർഗം. ഇനിയും നമുക്ക്
ആ ശ്ലോകത്തിലെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം നോക്കാം. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈ മയി സുരസരിദോഹപ്രഖ്യ ചിത്താനുവൃത്തിഃ പരമഭക്തിഃ ഭവതി സാഹി മൃത്യോഃ വിജേത്രീ ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ. ഒന്നുകൂടി പറയാം. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈ മയി സുരസരിദോഹപ്രഖ്യ ചിത്താനുവൃത്തിഃ പരമഭക്തിഃ ഭവതി സാഹി മൃത്യോഃ വിജേത്രീ ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ കഴിയുന്നത്ര ചുരുക്കി പറയാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അങ്ങനെയൊരു വിഷയമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എങ്കിലും കഴിയുന്നത് പോലെ ചുരുക്കി തന്നെ പറയാനാണ് ശ്രമിക്കുന്നത്. ഹരേ കൃഷ്ണ.